നമസ്കാരം. സ്വർണത്തിന്റെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്വർണത്തിനേക്കാൾ മൂല്യമുള്ള മറ്റൊരു വസ്തു സ്വർണത്തിന്റെ സ്ഥാനം കൈയടക്കി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അതെ, സ്വർണത്തിനേക്കാൾ മൂല്യമുള്ള മറ്റൊന്നുണ്ട്. അടുത്ത കാലത്ത് ബീഹാറിലെ ഗോപാൽഗഞ്ച് പോലീസ് ഉത്തർപ്രദേശ് അതിർത്തിയോട് ചേർന്നുള്ള കുച്ചക്കോട്ട് ബെൽത്താരി പോയിന്റിന് സമീപം വാഹനത്തിൽ നിന്ന് ഏകദേശം 50 ഗ്രാം വരുന്ന ഒരു വസ്തു പിടിച്ചെടുത്തിരുന്നു. കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര വലിപ്പം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാജ്യാന്തര വിപണിയിൽ ആ വസ്തുവിന്റെ വില കേട്ടാൽ ഞെട്ടിപ്പോകും. ഏകദേശം 850 കോടി രൂപ. അത്യുഗ്ര റേഡിയോ ആക്റ്റീവ് മൂലവുമായ കാലിഫോർണിയമായിരുന്നു അത്. സ്വർണത്തിനേക്കാളും പ്ലാറ്റിനത്തെക്കാളും വജ്രത്തെക്കാളും ഒക്കെ വിലയുള്ള ഇത്തരം വസ്തുക്കൾ കള്ളക്കടത്തുകാർക്ക് എന്നും പ്രിയപ്പെട്ടതാണെന്ന് എടുത്തു പറയണം. ബീഹാറിൽ നിന്നും പിടികൂടിയ സ്വർണത്തേക്കാൾ മൂല്യമുള്ള കാലിഫോർണിയത്തെ ആർക്കും പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല. കാരണം ഈ വാർത്ത വന്നതോടെ ഈ വസ്തു ജനശ്രദ്ധ നേടി. തീവ്രമായ റേഡിയോ ആക്ടിവിറ്റിക്ക് പേര് കേട്ടതാണിത്. അപകടകരമായ മൂലകമാണിത്. ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനും കൽക്കരി വൈദ്യുത നിലയങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും കാലിഫോർണിയത്തെ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും ഇവയെ ഉപയോഗപ്പെടുത്താറുണ്ട്. സ്വർണം പോലെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന പോർട്ടബിൾ മെറ്റൽ ഡിറ്റക്ടറിലും കാലിഫോർണിയത്തെ വിനിയോഗിക്കും. വളരെ കൂടുതൽ ന്യൂക്ലിയർ ആക്ടിവിറ്റി സ്വഭാവമുള്ളതിനാൽ ഈ മൂലകത്തെ ദുരുപയോഗപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. ഇതുകൊണ്ടാണ് കാലിഫോർണിയം കടത്തുന്നതിനെതിരെ കർശന നടപടിയെടുക്കുന്നത്. കാലിഫോർണിയം ഒരു കൃത്രിമ രാസമൂലകമാണ്. ഇതിന് CF എന്ന ചിഹ്നവും അറ്റോമിക് നമ്പർ 98 ഉണ്ട്. 1950 ബെർക്കലിയിലെ കാലിഫോർണിയ റേഡിയേഷൻ ലാബോറട്ടറിയിലാണ് കാലിഫോർണിയം ആദ്യമായി നിർമ്മിച്ചത്. ആൽഫ കണങ്ങൾ ഉപയോഗിച്ച് ക്യൂറിയത്തിൽ ബോംബെറിഞ്ഞ് ഇത് ആദ്യമായി സമന്വയിപ്പിച്ചു. എന്തൊക്കെയാണെങ്കിലും സ്വർണത്തെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല. ചരിത്രാതീത കാലം മുതൽ സ്വർണം നമുക്കൊപ്പമുണ്ട്. സ്വർണവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് തന്നെ പറയാം. നൂറ്റാണ്ടുകളായി സ്വർണം ഉപയോഗിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതും ഏറ്റവും പഴക്കമേറിയതുമായ നിക്ഷേപ പദ്ധതി സ്വർണത്തിൽ നിക്ഷേപിക്കൽ തന്നെയാണ്. കറൻസി എന്ന നിലയിൽ സ്വർണ്ണ നാണയങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ഉപയോഗിച്ചു വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ആഗോളതലത്തിൽ മൂല്യമുള്ള ഒരു സാമ്പത്തിക വിനിമയോപാധിയായി സ്വർണം ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്നൊരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് തീരുമാനിക്കുന്നതിൽ സ്വർണത്തിന് വലിയ പങ്കുണ്ട്. ആ രാജ്യത്തുള്ള സ്വർണം കരുതൽ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത്. സാമ്പത്തിക ഭദ്രത കൈവന്ന രാജ്യങ്ങളെല്ലാം സ്വർണത്തിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിദേശ നാണയത്തിന്റെ 74% സ്വർണമാണ്. ആഗോള സ്വർണ്ണ ശേഖരത്തിന്റെ 11% ഇന്ത്യയാണ് സൂക്ഷിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്നത് US ഫെഡറൽ റിസർവ് ബാങ്കാണ്. ലോകത്തുള്ള മൊത്തം സ്വർണത്തിന്റെ 25% സൂക്ഷിക്കുന്നു. എന്തായാലും സ്വർണത്തിനൊരു എതിരാളി എത്തിയിരിക്കുന്നു. ഇത്രയും കാലം സ്വർണം കൊണ്ടു നടന്ന പേരും പ്രശസ്തിയും ഒക്കെ എതിരാളി കൊണ്ടുപോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.